നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഒറ്റപ്പെടൽ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. വിദ്യ പോയിട്ട് ഇന്നേക്ക് 1 വർഷമായി. എങ്ങനെ ഇത്രയും കാലം അവളില്ലാതെ ഞാൻ ജീവിച്ചു? ഒരു നിമിഷം പോലും അവളില്ലാതെ എനിക്ക് പറ്റുമായിരുന്നില്ല. എല്ലാറ്റിനും വിദ്യയെ എന്ന് വിളിക്കുമായിരുന്നു. കൊച്ചുമോളുടെ സങ്കടം കാണുമ്പോൾ ആകെ തകർന്നു പോകുന്നു. ഇത്രയും നാൾ വിദ്യയുടെ അമ്മ വന്നു നിന്നിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യാതെ വീട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടിൽ എങ്ങോട്ട് നോക്കിയാലും ശൂന്യതയാണ്. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല. രാത്രികൾ ഏറ്റവും വലിയ ശത്രുവായി. ഭാര്യയുടെ ചിരി ഇപ്പോഴും വീട്ടിലെ 4 ചുമരുകളിൽ പതിഞ്ഞിരിക്കുന്നു. അടുക്കളയിൽ അവൾ അവസാനമായി പിടിച്ച സ്പൂണ്, അലമാരയിൽ അവൾ മടക്കി വെച്ച സാരി, കിടക്കയിൽ അവളുടെ തല വെച്ചിരുന്ന തലയണ, അങ്ങനെ എല്ലാം തന്നെ നോക്കി നിശബ്ദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സത്യമാണോ? 3 വയസ്സുള്ള കുഞ്ഞ് തൻ്റെ മടിയിൽ കയറിയിരുന്ന് അമ്മ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഹൃദയം ഒരു നിമിഷം നിൽക്കുന്നത് പോലെ തോന്നിപ്പോയി. താൻ മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. താൻ ഒറ്റപ്പെട്ടവനല്ല, വീട്ടിൽ കുഞ്ഞുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ദുഃഖങ്ങൾ സദാ ഒറ്റയാളിൻ്റേതായിരുന്നു. കാരണം ആ ദുഃഖം പങ്കിടാൻ ഇനി ആരുമില്ലാതെയായി. പുറത്ത് ആളുകൾ ആശ്വസിപ്പിക്കുന്നു, കാലമെല്ലാം മാറ്റും, എല്ലാം ശരിയാകും. പക്ഷേ കാലം തന്നോട് ചോദിച്ചത് നിനക്ക് അവളില്ലാത്ത ഈ ലോകത്തിൽ ജീവിക്കാൻ പഠിക്കാമോ എന്നാണ്. കുഞ്ഞിനെ ഉറക്കാൻ കിടത്തുമ്പോൾ അവളുടെ മുടി തലോടുമ്പോൾ ഉള്ളിൽ ഞാൻ പറയും, ഒരിക്കലും തകർന്നു വീഴാൻ പാടില്ല. അവൾ പോയാലും അവളുടെ സ്നേഹം ഈ കുഞ്ഞിൽ ശ്വാസമെടുക്കുന്നുണ്ട്. സ്വയം സമാധാനിക്കുവാൻ ശ്രമിക്കുമെങ്കിലും ദുഃഖം ഒരു നിശബ്ദമായ കരച്ചിലായി മാറിയിരിക്കുന്നു എന്ന് മാത്രം. രാത്രി കിടക്കയുടെ ഒരു വശം ശൂന്യമായിരിക്കുന്നു. അവിടെ അവളുടെ ചൂടില്ലാതായിരിക്കുന്നു. അവളുടെ ശ്വാസത്തിൻ്റെ മൃദുസ്പർശം ഒട്ടുമേ ഇല്ലാതെയായി. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ കരഞ്ഞുവാടിയ കണ്ണുകളും ശോകമുഖമായ മുഖവും തൻ്റെ നെഞ്ചുലയ്ക്കുന്നു. ചേച്ചി പറയുന്ന ഗീതുവിനെ പോയി കണ്ടാലോ? ചേച്ചിക്ക് ഗീതുവിനെ നന്നായി അറിയുമെന്നാണ് പറയുന്നത്. ഗീതുവിൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖത്തിൽ നിന്ന് അവൾ കയറുന്നതേയുള്ളൂ. കുഞ്ഞിനെയും കൊണ്ടുള്ള നിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടാൽ 2 പേർക്കും സമാധാനം കിട്ടും. ഒന്ന് സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ചേച്ചി ശാസന രൂപത്തിൽ ചോദിച്ചു. അങ്ങനെയാണ് അവസാനം ഞാൻ ഗീതുവിനെ കണ്ടത്. എപ്പോഴെങ്കിലും വാതിൽ തുറന്ന് മരിച്ചുപോയ തൻ്റെ ഭർത്താവ് മനോജ് അകത്ത് കയറി വരുമെന്നൊരു വിചിത്ര പ്രതീക്ഷ വെച്ച് ഇരിക്കുന്ന ഒരു ഭാര്യയാണ് ഗീതു. അത്രമാത്രം അവൾ മനോജിനെ സ്നേഹിച്ചിരുന്നു. വീട്ടിലെ ഓരോ വസ്തുവും ഗീതുവിൽ മനോജിൻ്റെ ഓർമ്മകൾക്ക് നിറം കൊടുക്കുന്നു. കസേരയിൽ അവൻ പതിവായി ഇരിക്കുന്ന സ്ഥലം, ഇങ്ങനെ ഓരോന്നോർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു പാവം ഭാര്യയാണവൾ. ഗീതുവിനോട് മിണ്ടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചുപോയി. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞിട്ട് അവൾ സോറി എന്ന് പറഞ്ഞു. പോട്ടെ, സാരമില്ല ഗീതു, ഒക്കെ നമ്മുടെ വിധിയാണ്. ഞാൻ അത്രയും പറഞ്ഞപ്പോൾ മുഖത്ത് നോക്കാതെ തന്നെ ഗീതു പറഞ്ഞു, ചേച്ചി എന്നോടെല്ലാം പറഞ്ഞു. മോൾ എവിടെ? അങ്ങനെ പതിയെ പതിയെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മോൾക്കൊരമ്മയെ കിട്ടി, എനിക്കൊരു ജീവിത പങ്കാളിയെയും. ചേച്ചി എന്നെ സ്നേഹത്തോടെ ഗീതുവിനെ കാണാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഞാൻ ഒറ്റപ്പെടലിൻ്റെ ഭാരം പേറി ജീവിതം നരകതുല്യം ആക്കിയേനെ. നടുക്കത്തോടെ അയാൾ ചിന്തിച്ചു. ഭാര്യ മരിച്ചിട്ട് മറ്റൊരാളെ ആ സ്ഥാനത്ത് എങ്ങനെ കാണുന്നു എന്നും ഭർത്താവ് മരിച്ചിട്ട് ആ സ്ഥാനത്ത് മറ്റൊരാളെ എങ്ങനെ കാണുന്നു എന്നും മൂക്കത്ത് കൈവച്ച് ചോദിക്കുന്നവർ ഒന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ട ദുഃഖവും നഷ്ടവും കഷ്ടവും നിങ്ങൾ അളന്നിട്ടുണ്ടോ? അവരുടെ സ്ഥാനത്ത് ആർക്കും വരാനാവില്ല. അവരുടെ ഓർമ്മകൾ ആർക്കും മായ്ച്ചു കളയാനുമാവില്ല. ദുഃഖക്കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കയറി വരുന്നത് സ്ഥാനം പിടിക്കാനല്ല, എന്നാൽ ജീവിക്കാൻ വേണ്ടി പരസ്പരം കൈപിടിക്കാനാണ്. ഒരു മനുഷ്യന് സന്തോഷവും സങ്കടവും പങ്കിടാൻ എപ്പോഴും ഒരാൾ കൂടെ വേണം. അത് തെറ്റാണെന്ന് കരുതുന്നുവെങ്കിൽ അത് സമൂഹത്തിൻ്റെ മാത്രം തോൽവിയാണ്. രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ അടുത്ത് ശാന്തമായി കിടന്നുറങ്ങുന്ന ഗീതുവിനോട് ചേർന്ന് കിടന്നുകൊണ്ട് അജിത്ത് ഓർത്തു. എങ്ങനെയുണ്ട് കഥ? ഇഷ്ടമായെന്ന് കരുതുന്നു.
ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.